ഒരു മനുഷ്യന്റെയും ആയുസ്സിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടില്ല, ഹബീബായ നബി തങ്ങളുടെ ആയുസ്സിനെ വെച്ചല്ലാതെ. അങ്ങനെ അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം. എന്തുകൊണ്ട്? സൂര്യനും സൂര്യന്റെ പ്രഭയും അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. നമുക്കറിയാതെ ലോകത്തെ ഏറ്റവും വെലോസിറ്റിയുള്ള സാധനം, ഏറ്റവും വേഗതയുള്ള സാധനം സൺറൈസ്, സൂര്യപ്രകാശമാണ്. അതിനെയാണ് ഖുർആൻ ദുഹ എന്ന് പറയുന്നത്. സൂര്യന്റെ പ്രകാശം, സൂര്യനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ, മനോഹരമായ ശാന്തി വിടർത്തുന്ന രാവുകളെ തന്നെയാണ് സത്യം. രാത്രിയെ സത്യം ചെയ്തിട്ടുണ്ട് അല്ലാഹു, പകലിനെ സത്യം ചെയ്തിട്ടുണ്ട്. ഈ രാത്രിയും പകലും വരണമെങ്കിലേ ഭൂമിയും സൂര്യനും ചന്ദ്രനും കൃത്യമായ നേർരേഖയിൽ, കൃത്യമായ സ്പീഡിൽ, കൃത്യമായ ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ രാവും പകലും ഇങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് അത്ഭുതങ്ങളിൽ അത്ഭുതമാണത്. ഇനി അള്ളാഹു സത്യം ചെയ്യുന്നതെന്നറിയോ? ലഅംറുക, മുഹമ്മദ് നബിയേ, അങ്ങയുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം. അത്ഭുതമുള്ള വസ്തുക്കളെയല്ലയോ അള്ളാഹു സത്യം ചെയ്യുന്നത്? ഹബീബിന്റെ ആയുസ്സാണ് സത്യമെങ്കിൽ ആ ആയുസ്സിന്റെ തുടക്കം ഹബീബിന്റെ ജനനം നടന്ന രാത്രിയല്ലയോ? അല്ലേ? ഹബീബിന്റെ ആയുസ്സിനെ അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹബീബ് ജനിച്ച ദിവസത്തിന് പുണ്യമുണ്ടെന്നല്ലേ അതിനർത്ഥം? ഹബീബിന്റെ യൗമു വഫാത്തും, ഹബീബ് വഫാത്തായതും റബീഉൽ അവ്വൽ 12 തന്നെയായിരുന്നു. അതും ശരിയാണ്. അപ്പൊ ചിലർ വസ്വാസ് പറയും, എന്നാ പിന്നെ നമ്മൾ അടിയന്തരം കഴിക്കല്ലേ വേണ്ടത്, സങ്കടപ്പെടല്ലേ വേണ്ടത്? അതുകൊണ്ട് ചോദിക്കട്ടെ, ഹബീബിന്റെ മരണം നമ്മുടെ മരണം പോലെയാണോ? ഹബീബിന്റെ വഫാത്ത് എന്ന് പറയുന്നത് പുണ്യനിബിതങ്ങളും അമ്പിയാക്കന്മാരും ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ഈ ലോകത്തെ ഒരു ജീവിതത്തിൽ നിന്ന് ബർസഖിയായ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത ഒരു അദൃശ്യ ലോകത്തിന്റെ മറയിലേക്ക് പോയത് മാത്രമാണ്. ഖബറിന്റെ ഉള്ളിൽ അവർക്ക് ജീവിതമുണ്ട് എന്ന് എത്ര ഹദീസിലാണ് നിബിതങ്ങൾ പഠിപ്പിച്ചത്.